ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ സൈഡിൽ നമുക്ക് ലിവിങ് സ്പേസ് വിത്ത് ഒരു TV. അപ്പോൾ അവിടെ നിന്ന് ഒരു സോഫയിൽ ഇരുന്ന് നമുക്കൊരു ആവശ്യം ഒരു വീട്ടിലുണ്ടാവുന്ന ഒരു ലിവിങ് സ്പേസിൻ്റെ ഒരു ബെഡ് നമ്മൾ പ്രിഫർ ചെയ്തേക്കുന്ന സോഫ കൊടുത്തത് സോഫ കം ബെഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലാഡർ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഇതാണ്. സാധാരണ നമ്മളൊരു ചെറിയ കോണി പോലെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ചും കൂടി ക്ലാസി ആക്കിയിട്ട് ഒരു വുഡൻ വർക്കിൽ തന്നെ ഫുൾ അങ്ങനെ ആക്കിയെടുത്തു. ഇന്നത്തെ നമുക്ക് ഒരു എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥലം പൂരിക്കുഴി ബീച്ച്. അതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു Airbnb ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓഷ്യൻ വിസ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ തന്നെ അഡ്ജസൻ്റ് ആയിട്ട് സെയിം പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ബീച്ച് കട്ട്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മുടെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ബ്രാവോ മോഡലാണ്. 2 സൈഡ് ഇൻക്ലൈൻഡ് റൂഫ്, പ്ലെയിൻ സ്ഥലമായിരുന്നു. നമ്മൾ ഇൻക്ലൂഡിങ് ഫൗണ്ടേഷൻ ബ്ലോക്ക് കൊണ്ടുവന്ന് അതിന് മേളിൽ ഫുൾ സ്ട്രക്ചർ ചെയ്ത് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈസ് 12 ഫീറ്റ് വിഡ്ത്ത്, 20 ഫീറ്റ് ലെങ്ത് അങ്ങനെ കൊടുത്തു. ഇതിൻ്റെ മേളിൽ റിക്വയർമെൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ലോഫ്റ്റ് ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തത്. ശരിക്കും നമ്മൾ ഒരുപാട് ടൈനി ഹൗസ്, ടൈനി ഹോം ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റാവുന്ന ഒരു ടൈനി ഹോമാണിത്. അപ്പോൾ ഒരു നോർമൽ ഒരു ഹോം കംപ്രസ് ടു എ ടൈനി സ്പേസ്. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. സോ ഷെൽ ഇതിൻ്റെ ഒരു തീം വുഡ് വൈറ്റ്, മാക്സിമം ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കൂടുതൽ വെളിച്ചം കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആ ബേസിക്കലി ഇത് വെച്ചിട്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പഫ് പാനൽസ് അത് ഓഫ് വൈറ്റ് കളർ, പിന്നെ ഒരു വുഡ് കോമ്പിനേഷൻ, അതാണ് നമ്മൾ എക്സ്റ്റീരിയർ ഫുള്ളായിട്ട് കവർ ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയറിൽ പിന്നെ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഓരോ കളർ തീംസും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് കാണാം. ഇതിൻ്റെ മെയിൻ നമ്മൾ എൻട്രൻസ് ഒരു 5 ഫീറ്റിൻ്റെ ഒരു സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ലൊരു ഇത് സ്പേസ് അവിടെ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് ബീച്ച് വ്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഒട്ടും മിസ്സാവാണ്ട് ഡയറക്റ്റ് സൺലൈറ്റ്, സൺസെറ്റ്, സൺറൈസ് എന്തായാലും നമുക്ക് ഇവിടുന്ന് പ്യൂർ വിസിബിലിറ്റി അവർക്ക് പ്യൂർ എൻജോയ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു 5 ഫീറ്റ് ബൈ 12 സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്ത് വിത്ത് 2 ചെയർസ് ആൻഡ് കസ്റ്റമൈസ്ഡ് ടേബിൾ. ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഐഡിയ എല്ലാം പുള്ളിയുടെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അനീഷ്, അതാണ് പുള്ളിയുടെ പേര്, നമ്മുടെ വെരി ക്ലോസ് ബഡ്ഡിയാണ്. ഇപ്പോൾ വർക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര ദിവസത്തെ ഇത് വെച്ചിട്ട്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് ഡൗട്ട്സും നമുക്കിപ്പോൾ അത് ക്ലിയർ ചെയ്യാം. ഹായ് അനീഷ്. ഹായ്. നമുക്ക് ഇതിൽ മെയിൻ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ടൈനി ഹോം ബേസിക്കലി അങ്ങനെ നമ്മുടെ നാട്ടിൽ ആയി വരുന്നതേ ഉള്ളൂ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുക? ബേസിക്കലി ഞാൻ താമസിക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ടൈനി ഹോം എന്ന് പറയുന്നത് നല്ലൊരു കോൺസെപ്റ്റാണ്, വെരി കോമൺ. ഇവിടെ പിന്നെ ഇതെൻ്റെ സെക്കൻഡ് പ്രൊജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു വീട് കണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ളൊരു നമുക്കൊരു സ്പേസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കൊരു സെക്കൻഡ് പ്രോപ്പർട്ടി വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈനി ഹൗസ് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് പോയത്. അന്ന് എനിക്ക് നിർബന്ധമായിരുന്നു എല്ലാ ഫീച്ചേഴ്സും വേണം, ഇൻക്ലൂഡിങ് കിച്ചൺ, ബാത്റൂം, ഒരു ഫുൾ ബെഡ്. ടൈനി ഹോം എന്നുള്ളത് എക്സാക്ട്ലി. അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ടൈനി ആണെങ്കിലും അകത്ത് കയറിയാൽ നമുക്ക് എല്ലാ ഒരു സൗകര്യങ്ങൾ വേണം. സൗകര്യത്തിനുള്ള ഒരു കുറവ് വരാൻ പാടില്ല, കംഫർട്ടബിൾ ആയിരിക്കാൻ വേണം. യൂഷ്വലി ടൈനി ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരാം, അയ്യോ അത് അത്ര സുഖം ഉണ്ടാവുമോ എന്ന് കഴിഞ്ഞാൽ. അങ്ങനെയല്ല, ഇതാവുമ്പോൾ ഇറ്റ്സ് പെർഫെക്റ്റ്, എല്ലാം ഉണ്ട്. നമുക്ക് അനീഷ് പറഞ്ഞ മെയിൻ നമ്മുടെ ഒരു ഫസ്റ്റ് ഇനീഷ്യലിൽ നമുക്ക് അടുത്ത് പറഞ്ഞ ഒരു റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നല്ല വെളിച്ചം കിട്ടണം. അതായത് കുടിസ് മുറി ആ ഒരു ഇത് പാടില്ല, നല്ല വെളിച്ചവും ഇതൊക്കെ കയറുന്ന രീതിയിൽ വേണം. അങ്ങനെയാണ് നമ്മൾ എൻട്രി ഡോറ് വലുതാക്കിയത്. പിന്നെ ഇന്നർ ഹൈറ്റ് ഒരുപാട് കൂട്ടി. അതിൻ്റെ മെയിൻ പർപ്പസ് ഇതുകൊണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് അതിൻ്റെ യൂസ്, എങ്ങനെയാണ് അത് യൂസ് ആവുന്നത്, അതൊന്നൊന്ന് പറയാം. ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ വിസ്പർ. അവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ളി ഓപ്പൺനെസ് ആണ്. അതും ഒരു സ്കാൻഡിനേവിയൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തേക്കുന്നത്, യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടാണ്. ഒട്ടും ട്രഡീഷണൽ കോൺസെപ്റ്റ് അല്ല, കേരളത്തിലെ സ്റ്റൈലേ അല്ല. ഫുള്ളി ഓപ്പൺ വിൻഡോസ്, ഫുൾ ബീച്ച് വ്യൂ ആണ്, വലിയ ഗ്ലാസസ് ആണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് പറഞ്ഞാൽ എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇൻക്ലൂഡിങ് അതിൻ്റെ ഫ്ലോറിങ് തന്നെ ഇപ്പോൾ നാട്ടിൽ അധികം യൂസ്ഡ് അല്ല, SPC ഫ്ലോറിങ്, ടൈൽസ് അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടക്കുന്നവർക്കുള്ളൊരു സുഖമാണ്. പിന്നെ അതന്നെ എക്സാക്ട്ലി, നടക്കുമ്പോൾ കുറച്ച് ചവിട്ടി ഒന്ന് താഴ്ന്നു പോകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൗച്ചാണെങ്കിലും അതുപോലെ ലാംപ്സ് ആണെങ്കിലും നമ്മളെല്ലാം കുറേ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് കംഫർട്ട് വേണം, ഇരിക്കുന്നവർക്ക് അകത്ത് കയറി കഴിയുമ്പോൾ ലൈറ്റിംഗ് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പോൾ അതുപോലെ അധികം യൂസ് ചെയ്തേക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സിലുള്ളതാണ്, അതൊരു ഓപ്പൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി. അറ്റ് ദ സെയിം ടൈം കേർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഔട്ട് കേർട്ടൻസാണ്. അപ്പോൾ പ്രൈവസി, അതുപോലെ തന്നെ രാവിലെ നമുക്ക് ലൈറ്റ് വരാണ്ടിരിക്കണമെങ്കിൽ, പിന്നെ ഇത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് പുറത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ ഡാർക്ക്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി എന്താ പറയുക, കർട്ടൻസ്, ഡിം ഔട്ട് കൈൻഡ് ഓഫ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതിൽ നമുക്ക് ഇപ്പൊ ഇതൊരു ബീച്ച് വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ ബുക്കിംഗ് ചെയ്യുന്ന എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയാം? നമ്മൾ അധികം ചെയ്യുന്നത് Airbnb and Booking.com വഴിയാണ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ബുക്കിംഗ് തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് വഴിയാണ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റും എടുക്കുന്നുണ്ടോ? ഡയറക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ കോൺടാക്ട് നമ്മൾ ഡയറക്റ്റ് ആണോ അത് ചെയ്യുന്നത്, അതോ വേറെ ഏതെങ്കിലും തേർഡ് പേഴ്സൺ ഏൽപ്പിച്ചേക്കുന്നതാണോ? ഇല്ല, ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോ ചിലപ്പോൾ തേർഡ് പേഴ്സണെ ഏൽപ്പിക്കണം എന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് എണ്ണം ആയതുകൊണ്ട് കുറെ പ്രോപ്പർട്ടീസ് ആയി. നമ്മളിവിടെ വർക്ക് ഒരു 10 to 14 days, 2 ആഴ്ച ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ വർക്ക് ഇവിടെ തീർത്തത്. അതിന്റെ ഇടയിൽ നമ്മൾ തന്നെ കണ്ടറിയാം, ഇവിടെ വരുന്നത് മോസ്റ്റ്ലി ഫോറിനേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവർ ശരിക്കും ഈ നേച്ചർ എക്സ്പ്ലോറിങ് ആ ഒരു ഇതിൽ തീമിലുള്ളവരാണ് കൂടുതൽ വരുന്നത്. ഒരു കാമാൻകോയിട്ട് നമ്മൾ റഷ്യയിൽ നിന്നൊക്കെ ടോട്ടലി മാറി അങ്ങനത്തെ ഉള്ളൊരു ഫ്രീ സ്പേസ് ആണ് അതിന്. പിന്നെ ഡയറക്റ്റ് ബീച്ച്, വേറെ ജസ്റ്റ് ഒരു 2 ചാട്ടം ചാടിയാൽ നമ്മൾ ബീച്ചിലാണ് ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതിന്റെ ബുക്കിംഗ് നമുക്ക് Airbnb അല്ലെങ്കിൽ Booking.com ആ വഴി എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഏതായാലും നമ്മുടെ ഇതിൽ വീഡിയോയുടെ ഇതിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ അനീഷിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ബുക്കിംഗ് അതല്ലെങ്കിൽ ഈ സ്പേസ് എനിക്ക് ഒരു ടൈനി ഹോം, ശരിക്കും ടൈനി ഹോം എന്താണെന്നുള്ളത് അതിൻ്റെ ഒന്ന് അറിയണമെങ്കിൽ ഇറ്റ്സ് വർത്ത്. ഒരു ദിവസം ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്താൽ ഇറ്റ്സ് വർത്ത്. ഇതിലെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് ബീച്ച് കാണാം. അതാണ് ഈ 2 വീടിന്റെയും പ്രത്യേകത. അപ്പൊ ഇവിടെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ ലോഫ്റ്റിൽ വെക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ വിൻഡോ ഇത്ര വലുതാക്കി കൊടുത്തത്. ഇപ്പോഴും ബെഡിൽ നിന്ന് നമുക്ക് നേരെ ബീച്ച് കടൽ കാണാൻ പറ്റും. മറ്റു വീട്ടിലാണെങ്കിലും അതെ, ബെഡിൽ നിന്നും ലിവിംഗ് റൂമിൽ നിന്നും. ഇവിടെയാണ് ലിവിംഗ് റൂമിൽ കൗച്ചിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് USP എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 99% നമ്മുടെ ഗസ്റ്റുകൾ ഫോറിനേഴ്സ് ആണ് അധികം തന്നെ. ചിലവര് ലോങ് ടേം വരെ എടുക്കുന്നവരുണ്ട്, 1.5 മാസം 2 മാസത്തേക്ക്. അങ്ങനെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇതിന്റെ ഇന്റീരിയറിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ സൈഡിൽ നമുക്ക് ലിവിംഗ് സ്പേസ് വിത്ത് ഒരു TV. അപ്പോൾ അവിടെ നിന്ന് ഒരു സോഫയിൽ ഇരുന്ന് നമുക്കൊരു ആവശ്യം ഒരു വീട്ടിലുണ്ടാവുന്ന ഒരു ലിവിംഗ് സ്പേസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് നമ്മൾ പ്രിഫർ ചെയ്തേക്കുന്ന സോഫ കം ബെഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ TV കാണുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു കിടന്ന് നല്ല രസത്തിൽ കിടക്കാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സോഫയാണ് ഇവിടെയും പ്രിഫർ ചെയ്തത്. പിന്നെ ടുവേർഡ്സ് ദിസ് സൈഡ് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കം ഡൈനിങ് ഇതായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പിൾ അല്ലെങ്കിൽ 2 പേർക്ക് വിത്ത് ചൈൽഡ് ഒക്കെ അങ്ങനെയുള്ളവർക്ക് ഇത് Airbnb അല്ലെങ്കിൽ Booking.com ഏതെങ്കിലും ഒരു സൈറ്റ് വഴി നമ്മൾ അങ്ങനെ ബുക്കിങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ക്യാബിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഒരു ടൈനി ഹോം കൺസെപ്റ്റിൽ ചെയ്യാൻ ഉള്ള ഒരു രീതിയിലാണ് അവർ നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിൽ ഇപ്പോൾ സോഫ ലിവിംഗ് ഇത് ഇവിടെ കൊടുത്തു, ഡൈനിങ് ഇവിടെ കൊടുത്തു, പിന്നെ ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലെ ഒരു ചെറിയൊരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെ കിച്ചൺ. ഇപ്പം നമ്മൾ മിക്ക ഇവിടെ ചെന്ന് താമസിക്കുന്നിടത്ത് കുക്കിംഗ് അത്ര അലൗഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വരുന്നവർ അത് ചിലപ്പോൾ ആ ഒരു ഏരിയ നീറ്റാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ അവർക്ക് ആ ഒരു റിസ്ക് അവരെടുത്ത് ആ രീതിയിൽ അവരത് ഫുൾ ആ രീതിക്ക് തന്നെ സെറ്റ് ചെയ്തേക്കണം. ഇൻ കേസ് എന്തെങ്കിലും ആയാൽ തന്നെ നോട്ട് എ പ്രോബ്ലം, നമ്മൾ നോർമൽ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യാവുന്ന രീതിക്ക് ഒരു പെർട്ടിക്കുലർ ഒരു സെക്ഷൻ തന്നെ നമ്മൾ അതിന് കുക്കിങ്ങിന് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങിൽ ഇതിന്റെ താഴെ ഫ്രിഡ്ജ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കട്ട്ലറീസ് അങ്ങനെ എല്ലാം ഇതിൽ അക്വാഗാർഡ് താഴെ കൊടുത്ത് നമുക്ക് ഇതിനുള്ള ഡിഷ് വാഷിങ്ങിനുള്ള ഓപ്ഷൻ. പിന്നെ ഇത് ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കെറ്റിൽ വിത്ത് ഓവൻ, അങ്ങനെ ആവശ്യത്തിനുള്ള എല്ലാ റിക്വയർമെന്റ്സും ഉണ്ട്. ഇവിടുന്ന് ഫുഡ്, ഇവിടെ ഡൈനിങ്, പിന്നെ ലിവിംഗ്. അപ്പോൾ ഒരു വീടിന്റെ ഒരു മോസ്റ്റ് ഏരിയ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ബാത്റൂം നമ്മുടെ ഇത് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ടൈനി ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ. അതല്ലാണ്ട് ഇത് ചെറുതായി അത് ചെറുതായി എന്നല്ല. ശരിക്കും ഒരു വീട് ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈനി സ്പേസിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തേക്കണം മൊത്തത്തിൽ. ഇതിൽ വരുന്നത് ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വാഷ് ബേസിൻ വിത്ത് മിറർ, പിന്നെ ഒരു ബാത്തിങ്, അത് പാർട്ടീഷൻ ചെയ്ത് ഡ്രൈ വെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ ചെയ്ത് കൊടുത്തേക്കണം. നോർമലി ഒരു ബാത്റൂമിൽ ടൈനി ഹോം ഇതിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിന്റെ സ്പേസ് ഒരു ഇതാണ്, നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് കറക്റ്റ് മെഷർമെന്റ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാത്റൂം ഡോർ പിന്നെ ഓപ്പണിംഗ് ടൈപ്പ് ആകുമ്പോൾ നമ്മുടെ സ്പേസ് വേസ്റ്റേജ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ലൈഡിംഗ് ഓപ്ഷൻ തന്നെ ഇവിടെ അത് ചെയ്തത്, ഫുള്ളി ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയിട്ട്. പിന്നെ അകത്ത് കുറച്ച് പ്രീമിയം ആ ഒരു ഇതിൽ ഫുള്ളി പാനലിംഗ് ചെയ്തു. ഫുള്ളി പാനലിംഗ് ചെയ്തതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് ലുക്ക് വൈസ്, പിന്നെ ഉള്ളത് നമ്മൾ മെറ്റൽ പഫ് പാനലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമായിട്ട് ആ ഒരു ഈർപ്പം തട്ടാതിരിക്കാനായിട്ട് നമ്മൾ PVC പാനലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് വെള്ളം ഇതികൂടെ ഒഴുകി നേരെ ഈ ടൈലിന്റെ അകത്ത്. അപ്പോൾ ടൈല് ഫുൾ എപ്പോക്സ് ചെയ്ത ഇറ്റ്സ് ആക്ടിംഗ് ലൈക്ക് ട്രേ, ഒരു ഫുൾ ട്രേ പോലെയാണ്. അപ്പോൾ സൈഡിൽ നമ്മൾ കുളിക്കുമ്പോൾ എന്ത് വെള്ളമാണെങ്കിലും ആ ട്രേയിൽ വന്ന് കിടന്ന് അത് ഡ്രെയിൻ ഔട്ട് ആയിക്കോളും. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് LED വിത്ത് അതിന്റെ ലൈറ്റ് സ്ട്രിപ്സോട് കൂടി വരുന്നതാണ്. അത് ഇത്തിരി കുറച്ചും കൂടി നല്ലൊരു ആംബിയൻസ്. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്, ബാത്റൂമിന്റെ ആ ഒരു ടൈറ്റ്നെസ് ഇല്ല. പിന്നെ പാർട്ടീഷൻ കൊടുത്തിട്ട് ബാത്റൂംസും അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈനി ഹോം കൺസെപ്റ്റിൽ നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യും. ഒരു തരി
അരി പോലും വേസ്റ്റേജ് ആക്കാത്ത രീതിയിൽ. അപ്പോൾ അതിലാണ് ഇവിടെ ഒരു ബാർ കൗണ്ടർ അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ലാഡറിൻ്റെ ബിനീത്ത് ഒരു സ്റ്റോറേജ്, പിന്നെ അതുപോലെ ഈ ലാഡറിൻ്റെ എല്ലാ അടിയിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ടൈനി ഹോം കൺസെപ്റ്റിലുള്ള മെയിൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ടു ക്രൗഡഡ് ആക്കാതെ നോർമൽ ആവശ്യത്തിന് ബ്രീത്തിങ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് ബെഡ്റൂം. അപ്പോൾ ഇതിൻ്റെ ബെഡ്റൂം നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ്. ഇനി ഇവിടുത്തെ മെയിൻ നമ്മൾ ഈ 2 ഡെക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് താരതമ്യേന കൂടുതലാണ്. അത് നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെയും മേളിലത്തെയും സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കുറച്ച് നല്ല ഹെഡ് സ്പേസ് കിട്ടുമ്പോഴാണ് നമുക്ക് അവിടെ ബെഡ് സ്പേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ലാഡർ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഇതാണ്. സാധാരണ നമ്മളൊരു ചെറിയ കോണി പോലെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ചും കൂടി ക്ലാസി ആക്കിയിട്ട് ഒരു വുഡൻ വർക്കിൽ തന്നെ ഫുൾ അങ്ങനെ ആക്കിയിട്ട് ഇത് ഫുള്ള് നമ്മൾ സ്ട്രക്ചർ പൈപ്പിൽ ചെയ്ത് എന്നിട്ട് കവറേജ് വിത്ത് അകത്തെ സ്റ്റോറേജ് സൈഡിൽ സ്റ്റോറേജ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ലാഡർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. നൗ ടോക്കിംഗ് അബൌട്ട് ബെഡ്, നമുക്ക് ഒരു ക്വീൻ സൈസ് കിങ് സൈസ് എങ്ങനെ വേണമെങ്കിലും ബെഡ് അറേഞ്ച്മെന്റ് ചെയ്യാം, എങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇടാം. പിന്നെ ഇത് നമ്മൾ ബീച്ച് ഫേസിങ് ആയതുകൊണ്ട് കിടന്നിട്ട് നമുക്കൊരു ബീച്ചിൻ്റെ ഒരു വ്യൂ കിട്ടുക, സൺസെറ്റ് സൺറൈസ്, ആ ഒരു ഇതിന് നമ്മൾ മാക്സിമം ഹൈറ്റ് കുറച്ചിട്ടുള്ള ഒരു ബെഡ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ബുക്ക് ഷെൽഫ് അല്ലെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാവുന്ന എല്ലാ അറേഞ്ച്മെന്റ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം, അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഒരാൾക്ക് നിൽക്കാവുന്ന ഹെഡ് ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്ത മെറ്റീരിയൽസും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയറുമാണ്. അപ്പോൾ ഞാൻ ആസ് ഐ സെഡ് ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ലാൻഡ് ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ ഇതിൽ ഞാൻ സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലോക്സ് കൊണ്ടുവരും. ആ പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരു 1.5 അടി മണ്ണ് മാറ്റിയിട്ട് ബ്ലോക്സ് ഇറക്കി വെക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മേലിൽ നിന്ന് ഫുൾ പൈപ്പിൽ ഫുൾ സ്ട്രക്ചർ ഞങ്ങൾ ആദ്യം ചെയ്തു. ഈ പൈപ്സ് ഒക്കെയാണ് ആ ഓടുന്നത്. അതിൻ്റെ സൈഡിൽ ചുറ്റും നമ്മൾ ഈ പാനൽസ് പഫ് പാനൽ ഒരു 50 mm തിക്നെസ് ഉള്ള പഫ് പാനൽ വെച്ചിട്ട് ഫുള്ളി ഒരു വീട് കവർ ചെയ്തു. റൂഫിംഗിൽ 30 mm തിക്നെസ് ഉള്ള പഫ് പാനൽ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ സിമെന്റ് ബോർഡ്സ് വെച്ച് നോക്കുമ്പോൾ പുട്ടി പെയിന്റിങ് അങ്ങനത്തെ വർക്ക്സ് ഇല്ല. ഇത് ആസ് ഇറ്റ് ഈസ് ആണ്, വേറെ ഒരു എക്സ്ട്രാ ഒരു ഇതുമില്ല. നേരെ ആ പാനൽ എന്താണോ അതാണിത്. ഇനി കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റൽ പെയിന്റ് ചെയ്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ സൈഡ് വാൾസ്. ഫ്ലോറിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു 18 mm തിക്നെസ് ഉള്ള സിമെന്റ് ബോർഡ്, അതിന് മേളിൽ ഒരു വുഡൻ ഡിസൈൻ്റെ ഫ്ലോർ ടൈൽ, അതോടെ വീട് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ഒരു കൺസെപ്റ്റ് ഐഡിയ ഡിസൈൻ അത് ഓരോ ക്ലയൻറ്റിൻ്റെ ഡിപ്പെൻഡാണ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഡോർ വിൻഡോസ് UPVC മാക്സിമം ഗ്ലാസ് ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അലൂമിനിയം, അങ്ങനെ ഓരോ പ്രിഫറൻസ്. പിന്നെ വരുന്ന നമുക്ക് ഇതിൽ മെയിൻ എടുത്ത് പറയേണ്ട ഗസ്റ്റ് ഫർണിച്ചേഴ്സ്, അതെല്ലാം ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് ബേസ്ഡ്. പിന്നെ ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസ് അതെല്ലാം ബഡ്ജറ്റ് ബേസ്ഡ് ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗ്, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അതെല്ലാം മാക്സിമം ഇതിൻ്റെ പുറത്തുകൂടെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ അടിയിക്കട ബോർഡിൻ്റെ താഴേക്കട കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിൽ ഫോൾ സീലിംഗിൻ്റെ അടിയിക്കട കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ മാത്രം ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക, സ്വിച്ച് ബോർഡ് ഫിക്സ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് ഇതിനനുസരിച്ച് ഓരോ പാനലിംഗ് വർക്ക്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം, കയറി വരുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വുഡൻ ഡിസൈൻ കൊടുത്തു, അതുപോലെ ഇതിൻ്റെ ബിനീത്ത് ഒരു ഫോൾ സീലിംഗ് കൊടുത്തു, അതെല്ലാം പാനലിംഗ് വർക്ക്സ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ക്ലയൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റേജിൽ അവർ എന്തൊക്കെയാണ് അവർ റിക്വയർമെൻറ്റ്, ബഡ്ജറ്റ് ആണോ നോക്കുന്നത്, അതോ അതിൻ്റെ ഒരു ബ്യൂട്ടി അതാണോ, ഏതിൽ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നു അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. അതാണ് ശരിക്കും നമ്മുടെ വൂഷോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഫിക്സ്ഡ് ഡിസൈനോ പ്ലാൻസ് ഇല്ല. നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് അതിൽ ഓക്കെ ആണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. സോ ഇത് നമ്മളതുപോലത്തെ നമുക്ക് ഒരു ടൈനി ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഞാൻ ചെയ്തേക്കണതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് വർക്ക് ഇതാണ്. ബാക്കിയെല്ലാം ടൈനി ഹോംസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർ ഫുള്ളി ഒരു വീട് തന്നെ മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് തരും. നമ്മുടെ മെയിൻ ഇതൊരു ബീച്ച് ഹട്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു ക്യാച്ചിങ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെളിച്ചം ഉണ്ടല്ലോ, സൺറൈസ് ആൻഡ് സൺസെറ്റിൽ വരുന്ന ആ ഒരു സൺറൈസിൻ്റെ ഒരു ഇത്, അത് ശരിക്കും നമ്മളത് ഡയറക്റ്റ് ഒരു കാം ആൻഡ് ക്വയറ്റ് നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ആസ്വദിക്കുന്ന ഒരു ഫീല് കറക്റ്റ് കിട്ടണമെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ആ മുഖത്തോട്ട് നമ്മൾ ഇത് സൺസെറ്റ് ടൈമിലുള്ള റേസ് അതുപോലെ സൺറൈസിൽ നമുക്ക് ബെഡിൽ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഇതിൻ്റെ ഒരു എടുത്തു പറയുന്ന മെയിൻ പോയിന്റ്സ് വരുന്നത്. ഈ സൺസെറ്റ് ടൈമിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കറക്റ്റ് ഈ ഒരു ഫീല് അത് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു ബീച്ച് സൈഡ് അത് ആളുകൾക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു റഷ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് ഇതിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് അനീഷിനോട് നമ്മുടെ വർക്കിനെ കുറിച്ച് ഷോംസ് പുള്ളി കോൺടാക്ട് ചെയ്തതിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ചോദിക്കും. സോ അനീഷ്, നമ്മൾ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് അതെന്ന് പറയാമോ? നമ്മുടെ Airbnb-യുടെ ഒരു പേജിലുണ്ട്, ഗ്രൂപ്പിലുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൽ ഹനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആഡ്. അത് കണ്ടപ്പോഴാണ് ഞാൻ കോൺടാക്ട്
ചെയ്തത്. ഓക്കെ ഞാൻ പക്ഷേ വേറെ 1-2 ഇതുപോലത്തെ ടൈനി ക്യാബിനും ആൾക്കാർ ചെയ്യുന്നവരെയും കോൺടാക്ട് ചെയ്തിരുന്നു. ഓക്കെ ഫൈനലി ഡിസൈഡഡ് ഫോർ അത്. ഓക്കെ. നമ്മുടെ ഇത് വർക്കിന്റെ സ്പീഡിനെ കുറിച്ച് അത് ഇംപ്രസീവ് ആയിരുന്നു. കാരണം 2 ആഴ്ച കൊണ്ട് ഇത്ര വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പുള്ളി പോവാനുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വർക്കിനെ ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ ആ ഒരു ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഹെൽപ്പ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വന്ന നമ്മുടെ ടീമിനാണെങ്കിലും റൂം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ സൈഡിൽ നിന്ന് മാക്സിമം എന്തെല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഒരു ഫുൾ കോപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മൾ ഈ ശരിക്കും ഇത് ചെയ്തത് ഞാനാണെങ്കിലും ഫുൾ ഐഡിയ പുള്ളിയുടെയാണ്. അപ്പോൾ ഇതിന് ടോട്ടലി പ്ലാൻ അപ്പം നേരത്തെ ഉണ്ടായിരുന്നു അതോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ? നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഓൺ ദ ഫ്ലൈ. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം സെറ്റപ്പ് ആയിരുന്നു ഇനീഷ്യലി പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മറ്റേ ഹോംസ് ഒക്കെ ഫുള്ളായപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലാണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ എങ്ങനെയും ഒരെണ്ണം ചെറിയത് സെറ്റപ്പ് ചെയ്താലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്രയും സമയം പിടിച്ചത്. കുറേ കൂടെ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പോലും ടൈം പിടിക്കാൻ സാധ്യതയില്ലായിരുന്നു. നമ്മൾ കുറച്ച് പാനൽസ് അങ്ങനെ ഇതൊക്കെ നമ്മൾ ആ പ്രോഗ്രസീവ് സ്റ്റേജിലാണ് നമ്മൾ ഓരോന്ന് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി അങ്ങനെയൊക്കെ കുറച്ച് ടൈം ഇത് പോയിട്ടുണ്ട്. പിന്നെ ഫേർണിച്ചേഴ്സ് അതിനൊക്കെ കുറച്ച് ടൈം പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാലും ഞങ്ങളും വെരി ഹാപ്പി. നമുക്കതാണ് നമ്മളൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഇത് മനോഭാവമാണ് നമ്മുടെ വർക്കിൻ്റെ സ്പീഡും ആ ഒരു ഇതിൻ്റെ എല്ലാം ഹെൽപ്പ് ആവുന്നത്. സോ അനീഷ് എനിവേ വെരി താങ്ക് യു സോ മച്ച്.